മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി തന്നെ വിടണമെന്നുമുള്ള മുറവിളി കീഴ്ഘടകങ്ങളിൽ ശക്തമായിരിക്കെ സിപിഐയുടെ 3 ദിന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനാണ് യോഗം. മുഖ്യമന്ത്രിക്കും സർക്കാരിനും സിപിഎമ്മിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് നേരത്തെ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നത്. മന്ത്രിസഭ ഒന്നാകെ മാറി മുഖം മിനുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. എസ്എഫ്ഐയെ വിമർശിച്ച സംസ്ഥാന സെക്രട്ടറിക്കെതിരെ സിപിഎം എസ്എഫ്ഐ നേതാക്കൾ രൂക്ഷ വിമർശനം ഉയർത്തിയതും ചർച്ചയാകും. വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, നേതൃയോഗങ്ങൾക്ക് തുടക്കമാവുകയാണ്. നേരത്തെ തന്നെ വിമർശനങ്ങൾ ഏത് തരത്തിലാണ് മുന്നോട്ട് വന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് അടക്കം എതിരെ രൂക്ഷമായ വിമർശനം, ഭരണശൈലി അടക്കം മാറ്റണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചതാണ്. അതിനിടയിൽ ഈ എസ്എഫ്ഐ വിവാദം കൂടി എത്തിയിരിക്കുന്നു. അതിലുണ്ടായിട്ടുള്ള സിപിഐ സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം, അതിനെതിരെ സിപിഎം നേതാക്കളും എസ്എഫ്ഐയും ഒക്കെ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. എന്തായാലും നേതൃയോഗങ്ങൾ ആരംഭിക്കുമ്പോൾ നേതൃയോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തിരിച്ചടി നേരിട്ടു എന്നതിനെ സംബന്ധിച്ച് പ്രധാനമായും വിമർശനങ്ങൾ ഏതൊക്കെ പോയിന്റുകൾ നിരത്തിയാകും ഉന്നയിക്കാൻ പോകുന്നത്. അസാധാരണമായ തിരിച്ചടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കേരളത്തിൽ ഉണ്ടായത്. സീറ്റുകൾ തോറ്റു എന്ന് മാത്രമല്ല, BJP ഒരു സീറ്റിൽ വിജയിക്കുകയും ചെയ്തു. അടിസ്ഥാന വോട്ടുകൾ CPM-ന്റെ ആയാലും CPIയുടെ അടിസ്ഥാന വോട്ടുകൾ, ഇടതുപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ BJP-യിലേക്ക് ഒഴുകിപ്പോയി എന്ന രണ്ടു പാർട്ടികളുടെ നേതൃത്വങ്ങളും വിലയിരുത്തി. കോൺഗ്രസിലേക്കും വോട്ടുകൾ പോയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് CPIയുടെ 3 ദിവസം ചേരുന്നത്. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവാണ്. നാളെയും മറ്റന്നാളും സംസ്ഥാന കൌൺസിൽ യോഗങ്ങളുമാണ് ചേരുന്നത്. ഈ യോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാരണങ്ങൾ വിശദമായി തന്നെ വിലയിരുത്തും, വിശദമായി തന്നെ ചർച്ച ചെയ്യും. എന്തുകൊണ്ട് ഇത്തരം ഒരു തോൽവിയുണ്ടായെന്ന പല തലങ്ങളിൽ പല തവണയായി CPIയുടെ നേതൃത്വം ചർച്ച ചെയ്യുകയാണ്. പല യോഗങ്ങളുടെയും ഒരു അവസാന ഒരു ധാരണയായി അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനായി വന്നത് ഭരണവിരുദ്ധ വികാരം അതിശക്തമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് CPI വിലയിരുത്തിയിരുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കെതിരെയാണ് CPIയുടെ ജില്ലാ കൌൺസിൽ യോഗങ്ങളിലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും അടക്കം അതിശക്തമായ വിമർശനം നേരത്തെ ഉയർന്നു വന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടവർ പോലും ഈ നേതൃയോഗങ്ങൾ പലയിടത്തും ഉണ്ടായി. മുഖ്യമന്ത്രി മാറണം, മുഖ്യമന്ത്രി മാറാതെ ഭരണം രക്ഷപ്പെടില്ല, ഈ സർക്കാർ നന്നാകില്ല തരത്തിലുള്ള വിമർശനമുണ്ടായി. ചിലയിടത്തൊക്കെ ഈ മുന്നണി തന്നെ വിട്ടുപോകണം, എന്തിന് ഇങ്ങനെ CPM-ന്റെ കൂടെ ഇടതുമുന്നണി തുടരുന്ന ചോദ്യം ഉന്നയിച്ചവർ CPIയുടെ നേതൃത്വത്തിലുണ്ട്. മാത്രമല്ല പലയിടങ്ങളിലും ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിക്കുന്നു. കോൺഗ്രസ് ഈ ഒരു അവസരം ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്, രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നു. CPI എന്തിന് അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നു എന്ന ചോദ്യം കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ CPIയെ UDF മുന്നണിയിലേക്ക് അവർ ക്ഷണിക്കുന്നുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെയാണ് ഇന്ന് CPIയുടെ നേതൃയോഗം ചേരുന്നത്. അതിനിടെയാണ് ഈ മുന്നണി ബന്ധത്തെ പോലും ബാധിക്കുന്ന ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ വാക്കുകളുള്ള ഏറ്റുമുട്ടലുകൾ ഇരു പക്ഷ നേതാക്കൾ തമ്മിൽ ഉണ്ടാകുന്നത്. അതാദ്യം തുടങ്ങിയത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ്. അത് കണ്ണൂരിലെ സ്വർണ്ണം പൊട്ടിക്കൽ സ്വർണ്ണങ്ങൾ സംഘങ്ങളുമായി CPM-ന്റെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം പുറത്തു വന്ന ശേഷം അതിൽ ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നു. അതുതന്നെ CPM നേതൃത്വത്തെ ആ രീതിയിൽ ഞെട്ടിച്ചതാണ്. അതിനുശേഷമാണ് SFI-യുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളിലും അതിരൂക്ഷ വിമർശനം, ഒരുപക്ഷെ പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത തരത്തിലുള്ള കടുത്ത വിമർശനം ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത്. അതും CPM നേതൃത്വത്തെ ആ രീതിയിൽ അലോസരപ്പെടുത്തുന്നുണ്ട്. അതിന്റെ മറുപടി CPM-ന്റെ നേതാക്കളും അതുപോലെ തന്നെ SFI-യുടെയും DYFI-യുടെയൊക്കെ നേതാക്കളും ബിനോയ് വിശ്വത്തിന്റെ രംഗത്ത് വന്നു. ബിനോയ് വിശ്വത്തെ ചരിത്രം പഠിപ്പിക്കേണ്ട എന്ന നിലപാടുമായി ASF-ഉം AYF-ഉം ബിനോയ് വിശ്വത്തിന് പിന്തുണയുമായി വന്നു. അങ്ങനെ മുന്നണിക്കുള്ളിൽ തന്നെ ചില കലാപസമാനമായ സാഹചര്യങ്ങൾ അടുത്തിടെ ഉരുണ്ടുകൂടുന്നുണ്ട്. അത് SFI-യെ തിരുത്താനാണ്, അവരുടെ ചോര ആരും കുടിക്കാതിരിക്കാനുള്ള ആഗ്രഹം പറയുകയാണെന്ന് ബിനോയ് വിശ്വം പറയുമ്പോഴും കടുത്ത അതൃപ്തി അക്കാര്യത്തിൽ SFI-ക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന CPI സംസ്ഥാന സെക്രട്ടറിയുടെ അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാടിൽ കടുത്ത അമർഷം CPM നേതൃത്വത്തിലുണ്ട്. പ്രത്യേകിച്ചും SFI എന്നതൊരു വികാരമായി കൊണ്ടു നടക്കുന്ന, ഹൃദയവികാരമായി കൊണ്ടു നടക്കുന്ന വലിയൊരു മുൻതലമുറ നേതാക്കൾ, അതായത് CPM-ന്റെ ഉന്നത നേതാക്കളിൽ പലരും SFI-യെ ആ രീതിയിൽ കാണുന്ന നേതാക്കളുണ്ട്. അവർക്കൊന്നും തന്നെ ബിനോയ് വിശ്വത്തിന്റെ ഈ നിലപാടുകളോട് യോജിപ്പില്ല. അത്ര രസത്തിലല്ല അവർ നിലപാടുകളെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളുമൊക്കെ ഇപ്പോഴും ഇരു പാർട്ടികൾക്കും ഇടയിൽ ഒരു കല്ലുകടിയായി നിലനിൽക്കുന്നുണ്ട്. ഭരണപരാജയം ഉണ്ട് എന്ന് അവർ ഉറപ്പിക്കുന്നു. ഭരണപരാജയം മറികടക്കാൻ
സമൂലമായ അഴിച്ചുപണിയാണ് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം മാറിക്കൊണ്ട് അഴിച്ചുപണിയാണ് വേണമെന്ന അഭിപ്രായമുള്ള CPI-യിൽ ഉണ്ട്. ഏതായാലും അത്തരം ഒരു ഔദ്യോഗിക നിലപാട് CPI-യുടെ സംസ്ഥാന കൗൺസിൽ സ്വീകരിക്കുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ വിമർശനങ്ങൾ ഉയരും. അത് CPM മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല CPI-യുടെ മന്ത്രിമാർക്കും അവരും കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നും ചെയ്യാത്ത മന്ത്രിമാരാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ പെർഫോം ചെയ്യാത്ത മന്ത്രിമാരാണെന്ന വിമർശനം CPI-യുടെ നേതൃത്വങ്ങൾ അടക്കം ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ സ്വയം വിമർശനപരമായും ഉന്നയിക്കാൻ CPI-യുടെ നേതാക്കൾ തയ്യാറാകുമെന്ന് തന്നെ കരുതണം. ഇതുവരെയുള്ള ചർച്ചകൾ കാണുമ്പോൾ അങ്ങനെയാണ് കരുതേണ്ടത്. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരും, വരും ദിവസങ്ങളിൽ സംസ്ഥാന കൗൺസിലും ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നേതൃത്വങ്ങളാണ് CPI നടക്കുന്നത്. CPM തെറ്റുതിരുത്തൽ പാതയിലാണ്. ഈ മാസം 22 തീയതികളിൽ സംസ്ഥാന സമിതി ചേർന്ന ഈ തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അന്തിമ അംഗീകാരം നൽകും. ആ സാഹചര്യങ്ങളിൽ CPI-യും അത്തരം ചില തിരുത്തൽ നടപടികൾ കൂടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിയത്.